നമസ്കാരം, വേദാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിഷയം എന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. അപ്പോൾ ഈ ക്ലാസ് 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പോസ്റ്റർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗിംപ് സോഫ്റ്റ്വെയറിനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ആ ഗിംപ് സോഫ്റ്റ്വെയറിലെ പ്രധാന ടൂളുകളെ കുറിച്ചും നമ്മൾ വ്യക്തമായി പഠിക്കുകയുണ്ടായി. ഇനി ആ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പോസ്റ്റർ നിർമ്മാണം നടത്താം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ കൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ ഏകദേശം ഗിംപ് സോഫ്റ്റ്വെയറിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ക്ലാസ്സുകളിൽ അത് പഠിപ്പിച്ചതാണ്. ക്യാൻവാസിൻ്റെ വലിപ്പം നമ്മൾ പിക്സൽ യൂണിറ്റിലാണ് അളക്കുന്നതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ടൂൾ ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു പഠിക്കുകയുണ്ടായി. ഇനി ഈ ടൂളുകൾ വെച്ചിട്ട് എങ്ങനെ ഒരു പോസ്റ്റർ നിർമ്മാണം നടത്താം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ഫ്ലോട്ടിംഗ് ലെയർ എന്താണെന്നും ഫ്ലോട്ടിംഗ് സെക്ഷൻ എന്താണെന്നും പഠിപ്പിച്ചായിരുന്നു. അവയൊക്കെ മാറ്റാൻ വേണ്ടി ലെയർ പാനൽ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതെല്ലാം എന്ത് ചെയ്യുക വ്യക്തമായിട്ട് ഒരു ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും വ്യക്തമായിട്ടൊരു ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കുക. ഇതിനായി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പ്രവർത്തന ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓപ്പൺ ചെയ്യാം. കാരണം കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുന്നു. ഗ്രാഫിക്സിൽ ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഈ ഫയലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗിംപിൽ ചെയ്യുന്ന ഫയലുകൾ നമ്മൾ സേവ് ചെയ്യുന്നത് എന്താണ്, .xcf എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. എക്സ്പെരിമെന്റൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, എക്സ്പെരിമെന്റൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന XCF ഫയൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ ആയാലും ആ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സേവ് ആവുന്നത് അതിൻ്റെ ഒരു പ്രോജക്റ്റ് ഫയലിലായിരിക്കും. ഇപ്പം നമ്മൾ മ്യൂസിക് അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയാണ്. അപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, MP3 എന്ന് പറയുന്നത്. വീഡിയോ ആണെങ്കിൽ MP4, MKV, അതുപോലെ തന്നെ AVI എന്നൊക്കെ പറയുന്ന ഓരോ ഫോർമാറ്റുകളുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ഏത് സോഫ്റ്റ്വെയറിലോ ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാലും ആ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സേവ് ചെയ്യുന്നവ ഒരു പ്രത്യേക നാമത്തിൽ അറിയപ്പെടുന്നു. ആ നാമത്തിൽ അറിയപ്പെടുന്ന പേരാണ് എക്സ്റ്റൻഷനുകൾ. എന്തെന്നറിയപ്പെടുന്നു? എക്സ്റ്റൻഷനുകൾ. ഈ എക്സ്റ്റൻഷനുകളാണ് നമ്മൾ ആ ഫയലുകളെ തരംതിരിച്ച് എടുക്കാൻ സഹായിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ സേവ് ചെയ്ത ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഫയൽ ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ഹോം ഫോൾഡറിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 9 ക്ലാസ് എന്നാണ് ഈ പോസ്റ്ററിലേക്കാണ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് .xcf. ആ XCF എന്ന് പറയുന്നത് എന്താണ് ഫുൾ ഫോം? എക്സ്പെരിമെന്റൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് ഒരു ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ചിത്രം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയത്. ഈ പറയുന്ന ILOയുടെ ലോഗോയെ കൊണ്ടുവരാൻ നമ്മൾ സഹായിച്ച ടൂളായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന സെലക്ട് ബൈ കളർ ടൂൾ ഇല്ലേ. ഒരു പ്രത്യേക നിറത്തെ എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്, സെലക്ട് ബൈ കളർ ടൂള് ഉപയോഗിച്ചത്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 ചിത്രങ്ങളെ കൂടി കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു ലോഗോയെ കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു ചിത്രം കൊണ്ടുവരും. നമ്മൾ സെലക്ട് ബൈ കളർ ടൂളിൻ്റെ അതേ ഉപയോഗം തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഫയൽ ഓപ്പൺ, ചിത്രങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചിത്രങ്ങളെ സെലക്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ ഹോം ഫോൾഡറിലേക്ക് വരുന്നു. അവിടെ നിന്ന് സ്കൂൾ റിസോഴ്സസ് ഓപ്പൺ ചെയ്യുന്നു. അവിടെ 9ാം ക്ലാസ്സിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. 9ാം ക്ലാസ്സിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് നിന്ന് എന്ത് ഓപ്പൺ ചെയ്യുക, ഇമേജസ് ഓപ്പൺ ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചിത്രം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ കുട്ടികളുടെ ചിത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ അത് രണ്ടാമത്തെ ഒരു വിൻഡോയിലേക്ക് വന്നിട്ടുണ്ട്. ആ വിൻഡോ ആണ് ഇവിടെ കാണുന്നത് താനല്ലോ. അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ഈ ചിത്രങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ കളറിനെ മാത്രം എനിക്ക് സെലക്ട് ചെയ്ത് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ക്യാൻവാസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ടൂൾ സെലക്ട് ചെയ്യാം, സെലക്ട് ബൈ കളർ ടൂള് സെലക്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് ഫസി എന്ന് പറയുന്ന ടൂൾ സെലക്ട് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞത്? കാരണം ഫസി ആകുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്യുന്നോ, അല്ലെങ്കിൽ ഇതാ ഇവിടെ ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തു, അപ്പോൾ എന്ത് ചെയ്താൽ കറുപ്പ് മാത്രം വന്നു, കണ്ടല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഫസി ടൂള് നമ്മൾ യൂസ് ചെയ്ത് എന്തുകൊണ്ട്, എന്താണ് ഈ പറയുന്ന ഒരു പോരായ്മ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യാൻ പറയുന്നത്, സെലക്ട് ബൈ കളർ ടൂള് ഉപയോഗിക്കാൻ പറയുന്നത്. സെലക്ട് ബൈ കളർ ടൂള് ക്ലിക്ക് ചെയ്തു, ഇവിടെയും ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് സെലക്ട് ആയി, പക്ഷേ ഇത് സെലക്ട് ആയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ബട്ടണിലും കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിതിനെ എന്താണ്
കോപ്പി വിസിബിൾ. അപ്പോൾ അതായത് ഈ ഒരു ഫയലിൽ നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഡിറ്റ് മെനുവിലേക്ക് വരിക. എഡിറ്റ് മെനുവിൽ നിന്നും കോപ്പി വിസിബിൾ ഓക്കെ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാൻവാസിലേക്ക് വരിക, നമ്മുടെ പോസ്റ്ററിൻ്റെ അതേ സൈസിലേക്ക് വരിക. അപ്പോൾ ഈ ഇതിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ പേസ്റ്റ് ചെയ്യാനാണെങ്കിൽ നേരെ എന്ത് ചെയ്യുക, എഡിറ്റ് എടുക്കുക. എഡിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ പേസ്റ്റ് ഇവിടെ വന്നു. ഇനി ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുപിടി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു ധൃതി വിട്ട് നമ്മൾ ഈ പറയുന്ന ചിത്രത്തെ നമ്മൾ മറ്റു ടൂളുകൾ വെച്ചൊന്നും എന്ത് ചെയ്യരുത്, മാറ്റരുത്. ടൂളൊന്നും വെച്ച് മാറ്റേണ്ട തൽക്കാലത്തേക്ക്. ഇപ്പം ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഈ ടൂള് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ ഫ്ലോട്ടിംഗ് സെക്ഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആങ്കർ ടൂൾ എന്തിനാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു തന്നല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന്. അപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ലെയറിനെ, ഫ്ലോട്ടിംഗ് ലെയറിനെ ഞാൻ ഒരു ലെയറിലായിട്ട് ഉൾപ്പെടുത്തുകയാണ്. ഇപ്പം ഞാൻ അതിന് ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടു ന്യൂ ലെയർ എന്ന് കൊടുത്തു. അപ്പോൾ ആ ചിത്രത്തിൻ്റെ ആ ഫ്ലോട്ടിംഗ് ലെയറൊക്കെ എന്ത് ചെയ്തു, ഒഴിവാവുകയാണ് ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഫ്ലോട്ടിംഗ് സെക്ഷനൊക്കെ എന്ത് ചെയ്തു, ഒഴിവായി. ഞാൻ ഇതിൽ തന്നെ ഡബിൾ ക്ലിക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ലെയർ ആട്രിബ്യൂട്ട് എടുത്തിട്ട് പേര് കൊടുക്കുകയോ ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ എന്താണ് സ്റ്റുഡൻസ് എന്ന് കൊടുക്കുക. സ്റ്റുഡൻസ് എന്ന് കൊടുത്തു, ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു, ആ ലെയർ ക്രിയേറ്റ് ആയി. ഇപ്പം ഞാൻ അതിന് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്തു, അത് ഡിസേബിൾ ആയി പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നു, ഇനി നമുക്ക് ഇതിന് ടൂളുണ്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ ചെയ്യാം. അപ്പം ഞാൻ ഇതിനെ സ്കെയിൽ ചെയ്യാൻ പോവുകയാണ്. സ്കെയിൽ ടൂൾ വെച്ചിട്ട് സ്കെയിൽ ചെയ്യാൻ പോവുകയാണ്. എന്തിനാണ് സ്കെയിൽ ചെയ്യുന്നത്, ചിത്രത്തെ വലുതാക്കാനും ചെറുതാക്കാനുമാണ് എന്ത് ചെയ്യുന്നത്, സ്കെയിൽ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇതിനെ വലുതാക്കി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, സ്കെയിൽ കൊടുക്കുകയാണ്. സ്കെയിൽ ചെയ്യാൻ ഇത്തിരി സമയം എടുക്കും. അപ്പോൾ കണ്ടല്ലോ, ഈ സ്കെയിലിംഗ് ഓപ്ഷനോട് എന്ത് ചെയ്തു, ആ ചിത്രം അവിടെ പേസ്റ്റായി മാറി. ഓക്കെ, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്ത് മാറി. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് ഓരോ ലെയറാണ്. കണ്ടല്ലോ, നമ്മൾ ചെയ്ത 3 പ്രവർത്തനങ്ങൾ 3 ലെയറിലായിട്ടാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. കണ്ടല്ലോ, അതായത് കുട്ടികളുടെ ചിത്രം, ILOയുടെ ലോഗോ, ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ പുസ്തകത്തിൽ ഇതേപോലെ ഓരോ ലെയറുകളായിട്ട് ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്കവിടെ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊണ്ടുവരാനാണെങ്കിൽ അതിനുള്ള വഴിയും നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ടൂൾ ഒന്ന് പരിചയപ്പെടാം അതിനെക്കുറിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സോഫ്റ്റ്വെയറിനെ ഒന്നുകൂടി എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ടെക്സ്റ്റുകൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ജൂൺ 12 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്, വേൾഡ് എന്താണ് ഡേ എഗൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു എന്ത് ചെയ്യാം, കാര്യം കൂടെ എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്താം. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ചിത്രം ഒന്ന് സൂം ചെയ്യുക. നമുക്ക് ഈ ഭാഗത്താണ് കുട്ടികളുടെ ആ ഒരു ചിത്രത്തിന്റെ താഴെയാണ് നമുക്ക് എന്താണ് ദ വേൾഡ് എന്താണ് ഡേ എഗൻസ്റ്റ് എന്താണ് ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് വരേണ്ട. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. ടെക്സ്റ്റ് ടൂൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഞാൻ അവിടെ ടൈപ്പ് ചെയ്യുകയാണ് എന്താണ് വേൾഡ്. ഇപ്പം നമുക്കത് കാണാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കളർ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കറുപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കറുപ്പാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അറിയത്തില്ല അത്. ഓക്കെ, ഡേ എഗൻസ്റ്റ്. ഓക്കെ, ഞാൻ ഇതിനെല്ലാം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത വാക്ക് ഇവിടെ സെലക്ട് ആയി. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കളറൊന്നും എന്ത് ചെയ്യുന്നു, ജസ്റ്റ് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്കൊരു 35 കൊടുക്കാം. അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഞാനൊരു 45 കൊടുക്കുന്നു. 45 മാറ്റി ഒരു 75 കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് വരും. നമുക്കത് നോക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി നമുക്കിപ്പോൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു രീതി ഒരു എഴുത്ത് രീതിയാണ്. പക്ഷേ അത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആ ഫോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലുള്ള ഫോണ്ടുകളെ സെലക്ട് ചെയ്തു. എനിക്ക് ആവശ്യമുള്ള ഫോണ്ടുകൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ അതിൻ്റെ ഓപ്ഷൻ മാറുന്നുണ്ട്, കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്യാം. നമുക്ക് ചൈൽഡ് ലേബർ എന്ന് കൊടുത്തിട്ട് ഓക്കെ, ഞാനിങ്ങനെ ഓരോന്ന് സ്പേസ് കൊടുത്ത് ചെയ്യാണ്. ഞാൻ സെലക്ട് ഓൾ കൊടുത്തു. അതിനെ ബോൾഡ് ചെയ്യണമെങ്കിൽ അത് ബോൾഡ് ചെയ്യാം. കണ്ടല്ലോ, ഇനിയൊരു സെൻറ്റർ അലൈൻമെൻ്റ് ആണെങ്കിൽ ഇതാണ്ട് ഇവിടെ ഉണ്ട് സെൻറ്റർ. ഓക്കെ, സെൻറ്റർ കൊടുക്കുന്നു. ഇനി നമുക്ക് ജൂൺ 12 എന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്യണം.
സെലക്ട് ഓൾ കൊടുക്കുന്നു. കൺട്രോൾ എ ആണ് ഞാൻ അതിന് പ്രസ് ചെയ്തത്, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്താൽ മതി, ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. എന്നിട്ട് എൻ്റെ കളർ മാറ്റുന്നു. ഞാൻ ഒരു വെള്ള കളർ കൊടുക്കുന്നു. ഓക്കെ, ഞാൻ എൻ്റെ ഫോണ്ട് സൈസ് ഒരു 45 കൊടുത്തു. ജൂൺ 12 കാണാൻ പറ്റും. അതിനെ ബോൾഡ് ചെയ്യുന്നു. 45 മാറ്റി ഞാൻ ഒന്നുകൂടി അത് മാറ്റി 75 എന്ന് കൊടുക്കുന്നു. അപ്പോൾ കുറച്ചും കൂടെ വലുതാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. അപ്പം നമ്മളത് ചെയ്തതിൽ ഇതിനെ എന്ത് ചെയ്യുക, ഓരോ ലെയറായിട്ട് ഇവിടെ ഓൾറെഡി വന്നു, കണ്ടല്ലോ. നമുക്കത് ഓരോ ലെയറാക്കാം. ന്യൂ ലെയറാക്കി ലെയറിൽ ടെക്സ്റ്റ് 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇത് ഞാൻ ടെക്സ്റ്റ് 2 എന്ന് കൊടുക്കുക. ന്യൂ ലെയർ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് 2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും, കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഉപയോഗം, കണ്ടല്ലോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം എന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഗിംപ് സോഫ്റ്റ്വെയറിൽ തന്നെ കുറേ ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്. അതായത് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്ത് ഓൾറെഡി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ എവിടെയാണ് നമുക്കൊന്ന് നോക്കാം. നേരെ എന്ത് ചെയ്യുക, ഫയൽ മെനുവിലേക്ക് വരിക. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ക്രിയേറ്റിലാണ് വരേണ്ടത്, ന്യൂവിലല്ല. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റിലെ ലോഗോസ്, ആ ലോഗോസിൽ എന്ത് ക്ലിക്ക് ചെയ്യുക, 3D ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് ഇത്രയും അവൈലബിൾ ആണ്. നമുക്ക് ഏത് വേണോ തിരഞ്ഞെടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷേ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് 3D ഔട്ട്ലൈൻ ആണ്. അപ്പോൾ 3D ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ ഗിംപ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ കണ്ടന്റ് എന്ത് ചെയ്യണം, ചേർക്കണം. അപ്പം നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് സേ, ഞാൻ ക്യാപിറ്റൽ ലോക്കാണ് ഓഫ് ആക്കുന്നു. സേ, ഓക്കെ, സേ നോ ടു ചൈൽഡ് ലേബർ. ഓക്കെ, ചൈൽഡ് ലേബർ ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ഒരു ലോഗോ നമുക്ക് അവിടെ വരണം. അപ്പം അതിന് വേണ്ടി ഞാൻ ഓക്കെ കൊടുക്കുന്നു. ആ ലോഗോ ഓൾറെഡി അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആ ലോഗോ ക്രിയേറ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഈ ലോഗോയിൽ നമുക്ക് പാറ്റേൺ ടൈപ്പും അതിങ്ങനെ ഓരോ ടൈപ്പ് എന്താണ് ഇമേജസ് വരുന്നുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെയാണ് ഓരോന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് മതി. അപ്പോൾ ഇതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന സെക്ഷനെ എന്ത് ചെയ്യുക, ഇവിടുന്ന് കോപ്പി ചെയ്ത് അടുത്ത ഒരു പ്രതലത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ സെലക്ട് ഓൾ കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് സെലക്ട് ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ സെലക്ഷൻ സെക്ഷൻ വരും. ഇല്ലെങ്കിൽ കൺട്രോൾ എ കൊടുത്താൽ മതി. എന്നിട്ട് അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ എഡിറ്റ് മെനുവിലേക്ക് വരിക. എഡിറ്റ് മെനുവിൽ നിന്നും കോപ്പി വിസിബിൾ തിരഞ്ഞെടുക്കുക. കോപ്പി വിസിബിൾ എന്നാണ്, കോപ്പി വിസിബിൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ നമ്മുടെ പോസ്റ്ററിലേക്ക് വരിക. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, എഡിറ്റ് മെനുവിൽ തന്നെ നേരെ വന്ന് നേരെ എന്ത് ചെയ്യുക, പേസ്റ്റ് ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ആ ഒരു വെള്ള ബാക്ക്ഗ്രൗണ്ട് കൂടി വന്നല്ലോ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുക, ഈ വെള്ള ബാക്ക്ഗ്രൗണ്ടോടി വേണം നമുക്ക് വരേണ്ടതെങ്കിൽ നമുക്കത് കൊടുക്കാം. ഇപ്പം നമുക്കത് വേണ്ട. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ എന്താണ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെയാണ് അത് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം എന്താണെന്നുള്ളത്. നേരെ മെനുവിലേക്ക് വരിക. ഈ പറയുന്ന ലോഗോ മെനുവിലേക്ക് വരിക, അല്ലെങ്കിൽ ഓപ്ഷനിലേക്ക് വരിക. അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഈ വിസിബിൾ കോപ്പി സെലക്ട് ചെയ്യുക. എഡിറ്റ് മെനുവിലെ കോപ്പി വിസിബിൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ പോസ്റ്ററിലേക്ക് വരിക. എഡിറ്റ് മെനുവിൽ പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതിവിടെ വന്നു കഴിഞ്ഞു. നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഫ്ലോട്ടിംഗ് സെക്ഷനൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലെയറിനെ എന്ത് ചെയ്യുക, പുതിയ ലെയറായിട്ട് ക്രിയേറ്റ് ചെയ്യുക. നമുക്കതിൻ്റെ പേര് കൊടുക്കാം. എന്താണ്, സേ നോ ടു ചൈൽഡ് ലേബർ. ഓക്കെ, ഇത് കൊടുത്തിട്ട് എൻ്റർ കൊടുത്തു. അപ്പോൾ ഒരു പുതിയ ലെയറായി. ഇനി ഈ ലെയറിനെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ടൂൾ വെച്ചിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഞാനതിനെ മൂവ് ചെയ്തു, മേളിലേക്ക് കൊണ്ടുപോയി സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് വലുതാക്കുന്നു. ഓക്കെ, സ്കെയിൽ ടൂൾ വെച്ചിട്ട് നമുക്ക് സ്കെയിലിനെ എന്ത് ചെയ്യാം, മാറ്റി വയ്ക്കാം. സ്കെയിൽ ടൂൾ വെച്ചിട്ട് എന്ത് ചെയ്തു, വലുതാക്കി സ്കെയിൽ കൊടുത്തു. സേ നോ ടു ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ വന്നു, കണ്ടല്ലോ. അപ്പോൾ നമ്മളവിടെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഐ മോഡ് ഓഫ് ചെയ്യണം. എന്നാലേ ആ ബാക്ക്ഗ്രൗണ്ട് കളറ് മാറത്തുള്ളൂ. അപ്പോൾ അതാണ് നമുക്കിവിടെ വേണ്ടത്. അല്ലെങ്കിൽ ഇത് എന്താണ്, ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് പോയി. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കറുപ്പ് വരും. അപ്പോൾ അത് നമുക്ക് വേണ്ട. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ചിത്രം നമുക്കിപ്പോൾ വേണ്ട, ഡിസ്കാർഡ് ചേഞ്ച് കൊടുക്കുക.
ഇവിടെ ക്ലിക്ക് ചെയ്യുക, നമുക്കത് വേണ്ട ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എഡിറ്റ് അല്ലെങ്കിൽ തന്നെ ഫയലിൽ വരിക, ക്രിയേറ്റ് കൊടുക്കുക, ക്രിയേറ്റിൽ ലോഗോസ് തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓരോ ടൂളിൻ്റെ ഉപയോഗങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ബുക്കിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുക. ലെയറുകളുടെ ഓപ്ഷൻ എന്തിനാണ് അത് ഉപയോഗിക്കുന്നതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രവർത്തനം ചെയ്തിട്ടും സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ ഫയലിലേക്ക് വരിക, സേവ് കൊടുക്കുക. കാരണം ഓൾറെഡി നമ്മളത് സേവ് ചെയ്തിട്ടുണ്ട്, അത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇമേജ് സേവ്ഡ് ടു ഹോം അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഫോൾഡറിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്, പോസ്റ്ററിൻ്റെ പേരും കൊടുത്ത് .xcf എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ XCFൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെരിമെൻ്റൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിലേക്കൊരു നല്ലൊരു വലിയൊരു ടൂളിനെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ടൂളിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കാൻ പോകുന്നത്.